സുധാകരനെ അനുനയിപ്പിക്കാൻ ഇതുവരെ നേതൃത്വത്തിനായിട്ടില്ല. ജനം, ഡൽഹി. കെ സുധാകരന് സീറ്റില്ലെങ്കിൽ സണ്ണി ജോസഫിന് വോട്ട് നൽകില്ലെന്ന പ്രചാരണവുമായി സുധാകരൻ അനുകൂലികൾ. സണ്ണി ജോസഫിന് വേണ്ടി പ്രവർത്തനത്തിന് ഇറങ്ങരുതെന്നും ആഹ്വാനമുണ്ട്. പേരാവൂരിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് പ്രചാരണം നടക്കുന്നത്. മിഥുൻ പിള്ളയുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, ഇന്ന് രാവിലെ കണ്ണൂർ DCC ഓഫീസിന് മുന്നിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് കണ്ണൂരിന്റെ ഹൃദയമാണ് കെ സുധാകരൻ. പിണറായിയെ കീഴടക്കാൻ സുധാകരന് മാത്രമേ സാധിക്കൂ എന്നുള്ള തരത്തിലായിരുന്നു ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. ഇതിന്റെ തൊട്ടുപുറകെ പ്രചാരണവുമായി സുധാകരൻ അനുകൂലികൾ വന്നിരിക്കുകയാണ്. സണ്ണി ജോസഫിന് വേണ്ടി ഇറങ്ങരുതെന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ എത്ര തീവ്രമാണ് കെ സുധാകരന് വേണ്ടിയുള്ള അവിടുത്തെ സമ്മർദ്ദം? തീർച്ചയായും നീലിമ, നമുക്കറിയാം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ മണ്ഡലമാണ് പേരാവൂർ. അഥവാ കണ്ണൂരിൽ കെ സുധാകരന് സീറ്റ് നൽകിയില്ലെങ്കിൽ KPCC അധ്യക്ഷന്റെ മണ്ഡലത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ധ്വനിയാണ് ഈ കെ സുധാകരൻ അനുകൂലികൾ നൽകുന്നത്. അത്തരത്തിലൊരു സമ്മർദ്ദമുണ്ടാക്കി കെ സുധാകരന് സീറ്റ് വാങ്ങിയെടുക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ കെ സുധാകരൻ അനുകൂലികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് പേരാവൂരിലെ കോൺഗ്രസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ പ്രചരണം നടക്കുന്നത്. അതായത് കെ സുധാകരന് കണ്ണൂരിൽ സീറ്റ് നൽകിയില്ലെങ്കിൽ പേരാവൂരിൽ സണ്ണി ജോസഫിന് വേണ്ടി പ്രവർത്തിക്കാൻ തങ്ങൾ ഇറങ്ങില്ല എന്ന്. മിഥുൻ, ഒന്ന് തുടരുക, നമുക്ക് ആ ശബ്ദ സന്ദേശമൊക്കെ ഒന്ന് കേട്ടുവരാം. പേരാവൂർ നിയോജക മണ്ഡലത്തില് നമ്മൾക്ക് വ്യക്തമായ ലീഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ ലീഡൊന്നുമില്ലാത്ത സ്ഥലമാണെന്ന് നമുക്കറിയാം. പേരാവൂരിലെ കഴിഞ്ഞ പ്രാവശ്യം 3000 ചില്ലറ വോട്ടിനാണ് സണ്ണി ജോസഫ് വിജയിച്ചത്. നമുക്കറിയാം നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ കെ സുധാകരന് കണ്ണൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് സീറ്റ് CPM-ന്റെ കോട്ടയിൽ സീറ്റ് 10 വർഷമായി CPM-ന്റെ കയ്യിലിരിക്കുന്ന നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ബഹുമാനായ ശ്രീ കെ സുധാകരന് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥ ആയതിനാൽ നമ്മളിപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ പേരാവൂർ നിയോജക മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, നമ്മൾ അടുത്ത ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ പ്രിയങ്കരനായ ശ്രീ കെ സുധാകരന് സീറ്റ് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ പേരാവൂർ നിയോജക മണ്ഡലത്തിലെ ആരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാരവാഹികളായ ആരും സണ്ണി ജോസഫിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുന്നതില്ല എന്ന് ഞങ്ങൾ വളരെ വിഷമത്തോടു കൂടി പറയുകയാണ്. മിഥുൻ, അതാണ് നമ്മൾ കേട്ടത്. പേരാവൂരിൽ സണ്ണി ജോസഫിന് വേണ്ടി ഇറങ്ങേണ്ടതില്ല കെ സുധാകരന് സീറ്റില്ലെങ്കിൽ എന്ന കൃത്യമായ സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിക്കുകയാണ്. ആരെല്ലാമാണ് ഇത്തരത്തിൽ ഈ പ്രചാരണത്തിന് പിന്നിൽ? മിഥുൻ, നീലിമ, പ്രാദേശിക തലത്തിൽ പേരാവൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ അടക്കം ഈ ഒരു നീക്കത്തിന് പിന്നിലുണ്ട്. അതായത് കെ സുധാകരന് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ സീറ്റ് നൽകുമോ എന്ന അടക്കമുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുകയാണ്. ആ സംശയങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുക എന്നൊരു നീക്കവുമായി കെ സുധാകരൻ അനുകൂലികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ ഇത്തരമൊരു പ്രചാരണം നടത്തുകയും ചെയ്യുന്നത്. മാത്രമല്ല, കെ സുധാകരന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്തുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ആ സമ്മർദ്ദത്തിന് വഴങ്ങി കെ സുധാകരന് സീറ്റ് നൽകാനുള്ള നീക്കം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും കെ സുധാകരന് വേണ്ടിയുള്ള മുറവിളി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ കെ സുധാകരൻ അനുകൂലികൾ നടത്തുന്നുണ്ട്. അത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദന തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നീലിമ. ഓക്കെ മിഥുൻ. 25 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ്. മുതിർന്ന നേതാവ് MK മുനീറിന് സീറ്റില്ല. സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞതിൽ വനിതാ ലീഗിനും അതൃപ്തിയുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാണക്കാട് സാദിഖ് അലി തങ്ങളെ പരോക്ഷമായി വിമർശിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണിയും രംഗത്തെത്തി. ലീഗ് മത്സരിക്കുന്ന 25 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുതിർന്ന നേതാവ് MK മുനീറിനെ വെട്ടിയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. വെറും 2 സീറ്റിൽ മാത്രമാണ് വനിതാ പ്രാതിനിധ്യം. വനിതകളെ അവഗണിച്ചതിൽ വനിതാ ലീഗിലും കടുത്ത പ്രതിഷേധം. സ്ഥാനാർത്ഥി നിർണയത്തിൽ പരസ്യമായി അതൃപ്തി അറിയിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി രംഗത്ത് വന്നു. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ചിത്രം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച്